ഈശ്വരമൂല്യ അപൂർവ സസ്യത്തെയും അതിന്റെ പൂക്കളെയും കണ്ടെത്തി. വയല ഇലക്കാട് രണ്ടാനി തടത്തിൽ മഞ്ജു രാജേഷ് കുര്യനാടിന്റെ റബ്ബർ തോട്ടത്തിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ അപൂർവ ഔഷധ സസ്യത്തെ കണ്ടെത്തിയത്. കേരളത്തിൽ സമതലങ്ങളിലും വേലികളിലും 600 മീറ്റർ വരെ ഉയരമുള്ള മലകളിലും കണ്ടുവരുന്ന അപൂർവ സസ്യവും അതിന്റെ പൂക്കളും വയല മേഖലയിൽ കണ്ടെത്തി. കാഴ്ചയിൽ പാമ്പിന്റെ രൂപസാദൃശ്യമുള്ള പൂക്കൾ കാഴ്ചക്കാർക്ക് ഭയപ്പാടുണ്ടാക്കുന്നതാണ്. മരങ്ങളിൽ ഏറെ ഉയരത്തിൽ പടർന്നു കയറുന്ന വള്ളിച്ചെടിയാണിത്. നിറയെ ഇലച്ചാർത്തുകളുമായി മരങ്ങളുടെ ശിഖരങ്ങളെ മൂടി നിൽക്കും. ഇല, കിഴങ്ങ് എന്നിവ ഔഷധയോഗ്യമാണ്. വർഷത്തിൽ ഒരിക്കൽ പുഷ്പിക്കും. വേരുവഴിയും പ്രജനനം നടത്തും. കരണ്ടുതീനി വർഗത്തിലെ ജീവികളിൽ ക്യാൻസറിനു കാരണമായ അരിസ്റ്റോലോജിക് എന്ന ആസിഡ് ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. പണ്ടുള്ളവർ വിഷചികിത്സയിൽ ഉപയോഗിച്ചിരുന്നതായി പറയുന്നു. അത്യുത്തമമായ ഔഷധ ഗുണമുള്ള ഈ ചെടിയാണ് ഈശ്വരമൂലി. അരിസ്തലോക്കിയ ഇൻഡിക്ക, ഗരുഡക്കൊടി, ഗരുഡപ്പച്ച, ഈശ്വരമുല്ല, കരളകം, ഉറിതൂക്കി, വലിയ അരയൻ എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. ഈശ്വരമൂലി, ഗരുഡക്കൊടി, കുടുക്കമൂലി, കടലിവേഗം, പെരുമരുന്ന്, കരളവേഗം, കറളയം, കരണമൂലി, ഈശ്വരി, വിഷക്കുടി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഈശ്വരമൂലിയെ സംസ്കൃതത്തിൽ സുനന്ദ നാക്കുലി, ഗരുഡി, ഈശ്വരി എന്നും തമിഴിൽ പെരുമരുന്ത് അടകം എന്നും അറിയപ്പെടുന്നു. പലവിധ നാമങ്ങളെന്ന പോലെ ഗുണങ്ങളിലും അതിശയോക്തി കലർന്ന കഥകളിലും ഗൂഢപ്രയോഗങ്ങളിലും ഈശ്വരമൂലി ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. സിദ്ധവൈദ്യ രസവാദത്തിൽ ഇരുമ്പിനെ ചെമ്പാക്കി മാറ്റുന്ന ഗൂഢവിദ്യയിൽ പെരുമരുന്ന് മൂലികയ്ക്ക് സ്ഥാനമുണ്ട്. സോമരസവീര്യത്തെ വർദ്ധിപ്പിക്കുവാനും ഇതിന്റെ സാന്നിധ്യത്താൽ സാധ്യമാണ്. വിഷചികിത്സകർക്ക് ഈ ഔഷധ സസ്യത്തെ ഭ്രഷ്ട് കൽപ്പിക്കാനാവില്ല. i4a ന്യൂസ്, ഏറ്റുമാനൂർ.